നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവര് ജീവനോടുള്ളിടത്തോളം കാലം ഇന്ദ്രനെയും മനുവിനെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അതൊക്കെ നമ്മുടെ തോന്നല്ലേ. നമ്മുടെ അനുമോൾക്ക് കുടുംബസ്നേഹവും ആത്മാർത്ഥതയും ഇത്തിരി കൂടിപ്പോയി. അവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇന്ദ്രനെ പാട്ടിലാക്കി ആ തള്ളയോടെ നിറക്കി വിടുള്ളൂ. ശരിയാ, അതുപോലുള്ളവരുണ്ട്. സുശീലയ്ക്ക് അങ്ങനൊരു മരുമകളെ ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. എന്തു ചെയ്യാം, ഞാനും എന്റെ മോളും ആ സ്ത്രീ കാരണം അനുഭവിക്കുമെന്ന് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. സാറേ, ആ നീ എന്താ വിജയ താമസിച്ച്? നിന്നെ കാണായപ്പോ ഇന്ന് ഞങ്ങളുടെ അത്താഴം മുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ, അത് ഞാൻ ചെയ്യൂ സാറേ. പ്രത്യേകിച്ച് അനന്തമാഷ് ഇവിടെ ഉള്ളപ്പോ. നമ്മുടെ ഇന്ദ്രന്റെ അളിയനെ ഒരു വീട് കാണിച്ചു കൊടുത്തു. ഓ, അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അവൻ വിളിച്ചിട്ട് പോയതുകൊണ്ടാ ഞാൻ അല്പം ലേറ്റായത്. അപ്പോ ശ്യാമും സോനയും ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് മാറുവാണോ വിജയ? അതെ മാഷേ, അവര് താമസിയാതെ അവിടുന്ന് മാറും. സത്യനിപ്പോ അങ്ങോട്ട് പോവാറേ ഇല്ല. താമസിയാതെ ഇന്ദ്രനും അവന്റെ അമ്മയും മാത്രമാവും വീട്ടില്. ഞാനെന്നാ അത്താഴത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യട്ടെ. ശരി മാഷേ. എല്ലാവരും കളഞ്ഞിട്ട് പോകുമ്പോ വീട്ടിലാരെങ്കിലും വേണ്ടേന്ന് കരുതി അമ്മയും മോനും കൂടി തന്ത്രത്തിൽ അനുമോളെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുവാണോ? അതിന് അനുപമ അവൻ വിളിച്ച ഉടനെ പോവില്ലല്ലോ. പോവാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. അണ്ണനെ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. സുശീലുള്ള വീട്ടിലേക്ക് മകളെ അയക്കില്ല എന്ന്. ആ തള്ളേ മകനെ അകറ്റാനായിട്ട് ആ ഒറ്റ വഴിയുള്ളൂ.